നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ മകളുടെ ഉടമസ്ഥതയിലുള്ള ഓബൈ ഓസി എന്ന ബ്യൂട്ടിക്കിൽ മോഷണം നടത്തിയെന്നാരോപിച്ച് ചില ജീവനക്കാരികളെ പുറത്താക്കുകയും അവർക്കെതിരെ കേസ് കൊടുക്കുകയും ഇവർക്കെതിരെ കേസ് കൊടുക്കുകയും അങ്ങനെ സംഭവം വിവാദമാവുകയും ചെയ്യുകയുണ്ടായല്ലോ. ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനത്തിൽ നടന്ന ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ചില രാഷ്ട്രീയമുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ BJPയിലെ ചിലർ പറയുന്നു. കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകളായ പെൺകുട്ടികളെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചെന്നും അവരെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയുള്ള കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ 69 ലക്ഷം രൂപ ഈ സ്ഥാപനത്തിൽ നിന്നും തട്ടിയെടുത്തു എന്ന് കാണിച്ച് ഈ സ്റ്റാഫുകളായ പെൺകുട്ടികൾക്കെതിരെ കൃഷ്ണകുമാറും മകളും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതും പോലീസ് കേസാക്കിയിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ കേസിൻ്റെ മുകളിൽ കേസുകളെല്ലാം നടക്കുമ്പോൾ ഇതിലൊരു രാഷ്ട്രീയമുണ്ടെന്നുള്ള സൂചന കൃഷ്ണകുമാറിൻ്റെ കുടുംബം തന്നെ നൽകുന്നുണ്ടായിരുന്നു. കാരണം BJPക്കുള്ളിൽ കൃഷ്ണകുമാറിനെതിരെ നടക്കുന്ന ചില നീക്കങ്ങളുടെ ഭാഗമായാണത്രേ ഈ കേസും പ്രശ്നങ്ങളും ഉണ്ടായതെന്നാണ് BJPയിലെ തന്നെ ചിലർ രഹസ്യമായി സൂചന നൽകുന്നത്. കൃഷ്ണകുമാറിനെതിരെ BJPയിൽ ചില നീക്കങ്ങൾ അടുത്ത കാലത്ത് നടക്കുന്നുണ്ടായിരുന്നു. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ള സൂചന പുറത്തു വന്നിരുന്നു. ഈ സൂചന പുറത്തു വന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലുണ്ടായതെന്നും ഇതേ തുടർന്നാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ കാരണമായ സംഭവ വികാസങ്ങളിലേക്ക് ഇത് ഉരുത്തിരിഞ്ഞെത്തിയതെന്നുമാണ് ചില BJP നേതാക്കൾ പറയുന്നത്. കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനത്തിൽ ഏതാണ്ട് പൈസ ചില ജീവനക്കാരികൾ അടിച്ചു മാറ്റുന്നുള്ള കാര്യം ഏറെക്കുറെ വാസ്തവമാണെന്ന് പലരും പറയുന്നുണ്ട്. അത്തരത്തിൽ മോഷണം നടന്നുവെന്ന് പോലീസും സമ്മതിക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായത്? കൃഷ്ണകുമാറിൻ്റെ മകളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥാപനത്തിലെ അക്കൗണ്ടുകളിൽ നിന്നും ഈ പെൺകുട്ടികളുടെ അക്കൗണ്ടുകളിലേക്ക് പണം പോയത് ടാക്സ് വെട്ടിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്നുമുള്ള ആരോപണവും ഇതിനിടയ്ക്ക് ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഇപ്പോൾ സംഭവം കൊഴുക്കാൻ കാരണം എന്താണ്? ശരിക്കും ഈ സ്റ്റാഫുകളും ഇവരും തമ്മിൽ പറഞ്ഞു തീർന്നു പോകേണ്ട ഒരു പ്രശ്നം ഇത്രയ്ക്കൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറിയത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴാണ് BJPക്കുള്ളിൽ കൃഷ്ണകുമാറിനെതിരെ ഉരുണ്ടുകൂടുന്ന ചില ഗൂഢാലോചന എന്ന് പറയപ്പെടുന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് തിരുവനന്തപുരത്ത് നിന്ന് എവിടെയെങ്കിലും ഒരു സീറ്റ് ലഭിക്കും. അങ്ങനെ ലഭിച്ചാൽ ചിലപ്പോൾ അദ്ദേഹം ജയിക്കാൻ വരെ സാധ്യതയുണ്ട്. ആ സാധ്യത ഇല്ലാതാക്കാൻ BJPയിലെ ചിലർ മനഃപൂർവ്വം കളിക്കുന്നു. അവരാണ് പെട്ടെന്ന് തീരേണ്ട വിഷയം വിവാദമാക്കി മാറ്റിയതെന്നാണ് കൃഷ്ണകുമാറുമായി അടുത്ത ചില ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. കാരണം അദ്ദേഹത്തെ പരമാവധി ജനങ്ങൾക്ക് മുമ്പിൽ അപമാനിക്കുകയും കാരണം ഈ തൊഴിലാളികളായ പെൺകുട്ടികൾ തങ്ങളെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു എന്നുള്ള ആരോപണമൊക്കെ കൃഷ്ണകുമാറിൻ്റെ മകൾക്കെതിരെ ഉയർത്തി. കാരണം ഇതുവഴി ഇത്തരം കാര്യങ്ങൾ വഴി ഉയർന്നു വരുന്ന വഴി കൃഷ്ണകുമാറിന് ജനങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു ഇമേജ് ഇല്ലാതായി പോകുമെന്നും അതോടുകൂടി അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് ലഭിക്കുന്നില്ലെന്നും അദ്ദേഹത്തിൻ്റെ എതിരാളികളായ BJPക്കാർ കരുതുന്നു. അങ്ങനെ തങ്ങളുടെ ഒരു ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി BJPക്കുള്ളിൽ നിന്നുണ്ടായ കളിയാണ് യഥാർത്ഥത്തിൽ ഈ വിവാദം പുറത്താകാൻ കാരണമെന്നാണ് കൃഷ്ണകുമാറുമായി അടുത്ത ചില ബന്ധപ്പെട്ട വൃത്തങ്ങൾ ചില മാധ്യമങ്ങളോട് പറഞ്ഞത്. കാരണം കൃഷ്ണകുമാർ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന സീറ്റ് തന്നെ കടലോര മേഖലയുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്തെ ഒരു സീറ്റാണ്. അവിടെ തന്നെ അതുകൊണ്ടാണ് ഈ തങ്ങളെ മുക്കുവത്തികൾ എന്ന് വിളിച്ച് അപമാനിച്ചു എന്നാണ് ഈ പെൺകുട്ടികൾ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞത്. അതുതന്നെ കൃഷ്ണകുമാർ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന ആ സീറ്റിൻ്റെ ആ നിയോജക മണ്ഡലത്തിൻ്റെ വലിയൊരു ഭാഗം കടലോര പ്രദേശമാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അവിടെ നിന്ന് എതിർപ്പ് ഉയരാൻ വേണ്ടി മനഃപൂർവ്വം ചിലർ കളിച്ച കളിയാണെന്നൊക്കെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇതൊന്നും സ്ഥിരീകരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിലും കൃഷ്ണകുമാറിൻ്റെ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നത് ഇതിലൊരു രാഷ്ട്രീയമുണ്ടെന്ന് തന്നെയാണ്. തന്നെ BJPയിൽ ഒതുക്കാനും തന്നെ BJP സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനും ചിലർ ഈ വിഷയം ഉപയോഗിക്കുന്നുവെന്നാണ് കൃഷ്ണകുമാറുമായി അടുത്ത ചില വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്. കാരണം അദ്ദേഹത്തെ BJP രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ചില നീക്കങ്ങൾ ഇതേ തുടർന്ന് ഉണ്ടാകുന്നുണ്ടെന്നും അദ്ദേഹത്തിനായിട്ട് ബന്ധപ്പെട്ട പലരും പറയുന്നുണ്ട്. ഏതായാലും ഇതിനകത്തൊരു BJP രാഷ്ട്രീയ കളി പലരും മണക്കുന്നുണ്ട്. കാരണം ഇതൊരു ക്രിമിനൽ കേസായിട്ട് പണാപഹരണ കേസായിട്ട് അല്ലെങ്കിൽ കേസായിട്ട് മാറുകയോ അല്ലെങ്കിൽ അത് പറഞ്ഞു തീർപ്പായി പോകേണ്ടിയിരുന്ന ഒരു വിഷയം ഇത്രയ്ക്ക് രാഷ്ട്രീയപരമായി ഒരു വിവാദത്തിലേക്ക് എത്തിപ്പെട്ടത് BJPക്കുള്ളിൽ നിന്നും അദ്ദേഹത്തിനെതിരെ ഉണ്ടായ നീക്കത്തിൻ്റെ ഭാഗമാണെന്നാണ് ചില ആളുകൾ നമുക്ക് നൽകിയ വിവരം. BJPയിലെ ചില നേതാക്കളും അത് രഹസ്യമായി സമ്മതിക്കുന്നുമുണ്ട്.